നമുക്കിപ്പോൾ മഹേഷ് പണിക്കർ ശില്പി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. നമസ്കാരം ശ്രീ മഹേഷ് പണിക്കർ. ഇപ്പോൾ നേരത്തെ മഹേഷ് പണിക്കരാണ് ഇങ്ങനെ ഒരു സംശയം ആദ്യം തുടക്കമിട്ടത് വാജിവാഹനവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ പത്മകുമാറിന്റെ മൊഴിയിൽ നിന്ന് പുറത്തു വരുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് ഇത്രയും കരുത്തനാക്കിയത് തന്ത്രിയുടെ ഇടപെടലാണ്. സ്പോൺസറുകാരുമായിട്ടും മറ്റും തന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റോദ്ദം ജുവലറിയിലടക്കം ഗോവർദ്ധന്റെ ഈ തൊണ്ടി മുതൽ പിടിച്ചെടുത്ത ജുവലറിയിലടക്കം മഹേഷ് മോഹന്റെ കണ്ടുപോയി പൂജയും ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ചാണ് പൂജ ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ ഈ ഇടപെടലുകളിൽ ഒരു ദുരൂഹതയുള്ളതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ തന്ത്രിമാരുടെ ഇടപെടലുകളിൽ? തീർച്ചയായിട്ടും. കാര്യം തന്ത്രിമാരുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഈ വക കാര്യങ്ങളൊന്നും അവിടെ നടക്കത്തില്ല. കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്ത്രിയുടെ ബിനാമിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതാണ് അതിന്റെ കറക്റ്റ് വാക്ക്. കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെച്ചിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ തെളിവുകളാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അക്കാര്യം മറ്റേ ഈ റോത്തൻ ജ്വല്ലറി പോയെന്ന് പറയുന്ന കേസൊക്കെ അതിന് മുമ്പ് 5-6 ബാംഗ്ലൂർ അതിന് മുമ്പ് ദിവസങ്ങളിൽ പോയിട്ടുണ്ട്. അതുകൂടെയൊക്കെ അന്വേഷിക്കുമ്പോൾ ഇതിന്റെ ഈ വിൽപ്പനയുടെ കറക്റ്റ് രീതികളൊക്കെ ഇതിനകത്ത് ഇനിയും തെളിയിക്കപ്പെടാനുണ്ട്. അതിപ്പോൾ അവരുടെ ചോദ്യം ചെയ്ത് അവരുടെ മൊഴിയൊക്കെ എടുത്ത് ഏതൊക്കെ വീടുകളിലാണ് പോയത് എന്നൊക്കെ പരിശോധിക്കുമ്പോഴേ അതിന്റെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കത്തുള്ളൂ. കാര്യം ഈ ആദ്യത്തെ മൊഴിയെടുപ്പും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പത്മകുമാറിന്റെ ഇത് വെച്ചിട്ടുള്ള സംശയം വെച്ചിട്ടുള്ള മൊഴിയുടെ താരതമ്യമോ അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഇത് വെച്ചിട്ടുള്ള രണ്ടാമത്തെ മൊഴിയെടുപ്പൂടെ കഴിയുമ്പോഴേ ഈ ചിത്രം വ്യക്തമാകത്തുള്ളൂ. എന്തായാലും അന്വേഷണം വളരെ വ്യക്തമായിട്ട് തന്നെ പോകുന്നത്, അതിനകത്ത് യാതൊരു സംശയവും. മഹേഷ് പണിക്കർ ഈ വാജിവാഹനത്തിന്റെ കാര്യം പറഞ്ഞത് അത് ഇപ്പോഴും രാജീവ് ഖണ്ഡയുടെ കയ്യിലാണ്. ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് ചില പുരോഹിതന്മാരും ചില വിദഗ്ധരും നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ കേടുപാട് വന്നൊരു വിഗ്രഹം അത് തടിയിൽ നിർമ്മിച്ചതാണെങ്കിൽ അത് തീയിൽ അഗ്നിക്ക് കൊടുക്കണമെന്നും കേടുപാട് ബാധിച്ച ഏതെങ്കിലും വിഗ്രഹം അത് ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ട് കല്ലിൽ നിർമ്മിച്ചതാണെങ്കിൽ അത് അഗാധമായ ജലാശയത്തിൽ ഒഴുക്കണമെന്നും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം ലോഹത്തിലാണെങ്കിൽ അത് ഉരുക്കി ഈ ഗോളക ശ്രീബലി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഊരാളന് കൊടുക്കാമെന്നുമാണ്. പക്ഷേ ഈ വാജിവാഹനം ഉരുക്കാതെ അതേപടി തന്ത്രിയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയത്. തിരുനാട്ടയൂർ അമ്പലത്തിലും ശ്രീവല്ലഭ ക്ഷേത്രത്തിലും അത് ദേവസ്വം ബോർഡിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഉരുക്കി അവർ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ തന്ത്രിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണത്തിലേക്ക് വരേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഇങ്ങനത്തെ സാധനങ്ങൾ പഴയ നമ്മുടെ കുഴിക്കാട്ട് വച്ച തന്ത്ര സംശയം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ ഇതൊന്നും ഈ ബ്രാഹ്മണന് ദാനം ചെയ്യണം, അതിനകത്ത് അല്ലെ ഒരു വളയുണ്ടാക്കി തന്ത്രി ഇടണം, അല്ലെങ്കിൽ ഇത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അതിനെ കറക്റ്റായിട്ട് ഉപയുക്തം എന്ന് പറഞ്ഞൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ഉപയുക്തം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതെങ്ങനെ ഉപയോഗിക്കണം, അത് മണിയാക്കണോ, അതിനെയും ഗോളകയാക്കണോ, അല്ലെ അതിനെയും അതിന്റെ ഒരു ദക്ഷിണ മേടിച്ചിട്ട് അത് മറ്റെന്തെങ്കിലും രീതിയാക്കണോ, അതോ ഈ പഴയ തന്നെ വെച്ചാലും മതി, ഇതിനകത്ത് ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പം. ഉറുമ്പരിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഇവർ കൊടിമരം മാറ്റുന്നത്. എന്തിനാ ഈ വാജിവാഹനം മാറ്റിയത്? അത് തന്നെ പ്രതിഷ്ഠിച്ചാൽ പോരെ. കാര്യം അതൊരു കൊള്ള തന്നെയാണ്. കാര്യം അതിനുവേണ്ടി ഇവർ രണ്ടാമത് വാർത്ത ഇപ്പോഴത്തെ വാജിവാഹനവും ഇപ്പോഴത്തെ അഷ്ടദിക്കിനും വേണ്ടി ലക്ഷക്കണക്കിന് ഏകദേശം 10 കിലോളം സ്വർണ്ണമാണ് അവരതിന് വേണ്ടി കളക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ഉൾപ്പെടെ അതിനകത്ത് സ്വർണം ഇത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അന്വേഷണം പറഞ്ഞു. അതിന്റെ എംബുക്കൊക്കെ നമ്മൾ പുറത്തെടുക്കേണ്ടതുണ്ട്. കാര്യം ആ പുതിയ വാജിവാഹനവും പുതിയ അഷ്ടദിക്കിനും വേണ്ടി അത് സ്പോൺസർ അല്ല, അത് തന്നെ അല്ലാതെ നാട്ടുകാരിൽ നിന്ന് പിരിച്ചതാണത്. ഏകദേശം 10 കിലോളം സ്വർണ്ണം അതിനകത്ത് കളക്ട് ചെയ്തിട്ടുണ്ട്. 40 കിലോളം ഇതിന്റെ വെയിറ്റ് ഉണ്ട്. അതിനകത്ത് 10 കിലോളം സ്വർണ്ണം അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. അതെവിടെ പോയി? അതൊക്കെ മൊത്തം അടിച്ചു മാറ്റിയതായിരിക്കും. അപ്പൊ അത് മാറ്റണമെങ്കിൽ ഇവർക്ക് ഇത് പഴയത് മാറ്റിയേ പറ്റൂ. പഴയതിന് എന്ത് കേടുണ്ടായിട്ട് അത് മാറ്റിയത്? ഇപ്പം കട്ടള മാറ്റി വാതിൽ മാറ്റി ഒക്കെ അതിനകത്ത് കേടുപാടുകളാണ് പറയുന്നത്. പക്ഷേ ഈ പഴയ വാജിവാഹനത്തിന് എന്താണ് കേട്? അതെവിടെയാണ് അവർ പരിശോധിച്ചത്? ഒരു കേടുമില്ലാത്ത വാജിവാഹനം അദ്ദേഹം എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അത് വിൽപ്പനയ്ക്ക് വേണ്ടി തന്നെയാണ്, ഉറപ്പാണത്. അതിനകത്ത് വേറെ തർക്കമില്ല. ഏതായാലും ഇതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം ആ രീതിയിൽ തന്നെയാണ്. ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ടല്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇങ്ങനെയൊക്കെ ഇവരെ അന്വേഷണത്തിൽ മൊഴിയെടുക്കാനൊക്കെ വിളിപ്പിക്കത്തക്ക രീതിയിലോ അല്ലെ ഇത്ര വലിയ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ രാഷ്ട്രീയ സംരക്ഷണമുള്ളവരും ഒക്കെ വിലങ്ങ് വെച്ചുകൊണ്ടല്ലേ നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അയ്യപ്പന്റെ ഗെയിം തന്നെയാണിത്. ഇത് വെറും നിസാരമല്ല. ആരാലും രക്ഷിക്കപ്പെടാത്ത വിധം അഗ്നിയിൽ ഇവർ പെട്ടുപോയി. ഇവരിപ്പോൾ അതിൽ നിന്ന് അവർക്ക് മുക്തരായി അവരൊരു സ്ഫുടം ചെയ്ത് വരേണ്ട ആവശ്യമുണ്ട്. കാര്യം അത് ഒരു തരത്തിലും നമുക്ക് വിശ്വാസ സമൂഹത്തിന് മൊത്തം ഏറ്റൊരു പൊള്ളലാണ്. ഇങ്ങനെയുള്ള കൊള്ളത്തരത്തിന് ഇവരൊക്കെ കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ദൈവതുല്യരെന്നാണ് പത്മകുമാർ പറയുന്നത്. ദൈവതുല്യരായിട്ടുള്ള ഇവർ ഇതൊക്കെ ചെയ്യുമെന്ന് കരുതിയില്ല എന്നാണ് പത്മകുമാർ പറയുന്നത്. തീർച്ചയായിട്ടും. അതിനകത്ത് ദൈവതുല്യർ എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്, മാർക്സിന് തുല്യർ എന്നല്ലല്ലോ അവർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ദൈവതുല്യർ എന്നല്ലേ. ഇവിടുത്തെ ദൈവമാണ്, ഇവിടുത്തെ ദൈവം അയ്യപ്പനാണ്. അയ്യപ്പന് തുല്യമായിട്ട് അയ്യപ്പനെ തൊഴുന്ന അതേ കൈയോടെ അതേ അയ്യപ്പന്റെ മുമ്പിൽ നമുക്ക് പെട്ടെന്ന് അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല. പ്രസാദം ഈ കൂവയിലെ കൊടുക്കുന്ന പ്രസാദം നമുക്ക് ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ നിന്ന് ആർക്കും കിട്ടത്തില്ല, ഒരു ഭക്തജനത്തിനും കിട്ടത്തില്ല. അല്ലെ VIP ആയിരിക്കണം, അല്ലെ ജയറാമിനെ പോലെയുള്ള വലിയ വലിയ സിനിമാക്കാരായിരിക്കണം.
അല്ലാത്തവർക്കൊന്നും അവർ ഇറങ്ങി കൊടുക്കത്തില്ല. ഇപ്പൊ രാഷ്ട്രപതി ഒന്നും ഇറങ്ങി കൊടുത്തു. പക്ഷെ അതുപോലുള്ള സാധാരണപ്പെട്ട അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് അവനൊരു പ്രസാദം കിട്ടണമെങ്കിൽ, അവന് അയ്യപ്പന്റെ ഒരിച്ചിരി ഭസ്മം കിട്ടണമെങ്കിൽ, അവൻ ഈ തന്ത്രിയുടെ കാലിൽ വീഴണം, അല്ലെങ്കിൽ മേൽശാന്തിയുടെ റൂമിൽ പോകണം. ആ റൂമുകളൊക്കെ അവിടുന്ന് പൊളിച്ചു മാറ്റപ്പെടേണ്ടതാണ്. അവിടെ അയ്യപ്പൻ മാത്രമേ ദൈവം ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു ദൈവത്തിലും അവിടെ അയ്യപ്പന്റെ കോമ്പൗണ്ടിൽ വരാൻ പാടില്ല. അതാണ് അതിനത് വേണ്ടത്. ശ്രീ മഹേഷ് പണിക്കർ പറയുന്നത് പോലെ എല്ലാ ഇടപാടുകളും പുറത്തു കൊണ്ടുവരണം എന്ന കാര്യത്തിൽ സംശയം